വിനയ് ഫോർട്ടും ജാഫർ ഇടിക്കും പെർഫോമൻസിൽ നിവിൻ പോളി സൈഡ് ആക്കിയ ഒരു പടം. ധീരനിലെ സുധീഷ് ഏട്ടന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കനകം കാമിനി കലഹം എന്ന സിനിമയാണ്. 2021 വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ റിലീസ് ചെയ്ത സമയത്ത് മൊത്തത്തിൽ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു. ആ നെഗറ്റീവ് റിവ്യൂ വിശ്വസിച്ച് ഇന്നും നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും മികച്ച സാറ്റയർ ഫിലിം കോമഡി ഡ്രാമയാണ്. പടം തുടങ്ങി പവിത്രനും ഹരിപ്രിയയും മൂന്നാറിലെ ഹോട്ടലിൽ എത്തുമ്പോഴാണ് കഥ ചൂടുപിടിക്കുന്നത്. സ്ക്രീനിലേക്ക് ജാഫർ ഇടിക്ക് വരുന്നതോടെ കഥയുടെ ട്രാക്ക് തന്നെ മാറുന്നു. പടത്തിന്റെ സെക്കൻഡ് ഹാഫ് മുതൽ മൊത്തത്തിൽ ജാഫർ ഇടിക്കിയുടെ ഷോ ആണ്. കാൽവനി പൂക്കൾ, അന്തസ്സുള്ള നായർ, ഇസ്ലാമോഫോബിയ, അങ്ങനെ സാറ്റയർ കോമഡികളുടെ അയ്യൊരു കളിയാണ് സിനിമയിൽ. അതിൽ തന്നെ സുരയുടെ കാൽവനി പൂക്കൾ പടത്തിലെ പീക്ക് മൊമെന്റ് ആണ്. വീണ്ടും കണ്ടപ്പോഴാണ് അന്ന് ശ്രദ്ധിക്കാതെ വിട്ടുപോയ പല തമാശകളും ശ്രദ്ധിക്കുന്നത്. ജാഫർ ഇടിക്കും വിനയ് ഫോർട്ടും ഗ്രേസ് ആന്റണിയും തകർത്ത് അഭിനയിക്കുമ്പോൾ സിനിമയിൽ നിവിൻ പോളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ വരും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പവിത്രന്റെ എനർജി ലെവൽ അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. പവിത്രൻ എന്ന കഥാപാത്രം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നിവിൻ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ മലയാളം നിവിൻ കോമഡി ഫിലിം പ്രതീക്ഷിച്ചവർക്ക് സിനിമ വർക്കായിട്ടില്ലെന്നാണ് അന്നത്തെ റിവ്യൂവിൽ നിന്നൊക്കെ മനസ്സിലായത്. ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും നിവിൻ കാണിച്ച ധൈര്യം ചെറുതല്ല. മലയാളികൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു രീതിയിലാണ് ചിത്രത്തിന്റെ അവതരണം. സർറിയൽ, സാറ്റയർ, സിറ്റ്കോം ഇങ്ങനെയുള്ള ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ മസ്റ്റ് വാച്ചാണ്. ഇനിയിപ്പോ ഫൺ മാത്രമാണ് വേണ്ടതെങ്കിലും പടം കണ്ടാൽ നിങ്ങൾക്ക് വർക്കാവും. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മൊത്തം കിളി പോയ അവസ്ഥയാണെങ്കിൽ എങ്ങനെയിരിക്കും? സുധീഷ് ഏട്ടന്റെ കഥാപാത്രം പറയുന്ന പോലെ ഇവിടെ എല്ലാവർക്കും പ്രാന്താടാ. അതാണ് കനകം കാമിനി കലഹം.